ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പുന്നീസ് ലക്ഷ ടൈം. ഇന്ന് പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് എടത്തറയിൽ 4-ാം വാർഡിൽ പിടികൂടിയ ഒരു പെരുമ്പാമ്പിൻ്റെ ദൃശ്യമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. വീടിൻ്റെ പരിസരത്ത് ഒരു നീർച്ചാലുണ്ട്. ആ നീർച്ചാലിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇനി ഒഴുകി വരാറുണ്ട്. അവിടെ ഒരു ചെറിയ കൂട മീൻ പിടിക്കാനായിട്ട് വെച്ചിരുന്നു. ആ കൂടയിൽ രാവിലെ മീനുണ്ടോ എന്ന് നോക്കാനായിട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ഇത്രയും വലിയ പെരുമ്പാമ്പ് അതിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. പരിസരത്തുകാരെല്ലാം കൂടി അതിനെ പിടിക്കാനൊന്ന് ശ്രമിച്ചുവെങ്കിലും പിന്നെ ഫോറസ്റ്റിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നെ ഫോറസ്റ്റിൽ നിന്ന് അവർ വന്ന് അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അവരൊരു കൂട കൊണ്ടുവന്നിരുന്നു. ആ കൂടയിലേക്ക് മീൻ കൂടയിൽ നിന്ന് അതിലേക്ക് ആക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിൻ്റെ വലിപ്പം കണ്ട് എന്ത് വലിയ വലിപ്പമാണെന്ന് നോക്കിയാൽ പെരുമ്പാമ്പ് ഈ മഴ സമയത്തും ആളനക്കമില്ലാത്ത സ്ഥലത്താണ് പെട്ടെന്ന് ഇതുങ്ങൾ വന്ന് കൂടി എവിടെയെങ്കിലും പമ്മി ഇരുന്നിട്ടാണ് കൂടുതലും വരുന്നത്. ഈ പക്ഷിമൃഗാദികളുടെ സ്മെല്ലടിച്ചിട്ടാണ് വരുന്നത്. വന്നതിന് ശേഷം എവിടെയെങ്കിലും പമ്മി ഇരുന്നതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് വീട്ടുകാരറിയത്ത് പോലുമില്ല. ഓരോന്നിനായിട്ട് ഇങ്ങനെ വിഴുങ്ങി ലാസ്റ്റ് തീരുമ്പോഴേ അറിയത്തുള്ളൂ. പിന്നെ അതിന് ശേഷം മാത്രമാണ് ഈ മനുഷ്യരുടെ നേരെ വന്നിട്ട് അത് തിരിഞ്ഞ് എവിടെയെങ്കിലും ഉറങ്ങിക്കിടക്കുകയോ അല്ലാതെ കിടക്കുകയോ ഒക്കെ ചെയ്യുന്ന മനുഷ്യരെ പിടിച്ച് മുഴുങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ ഇഴജന്തുക്കളുടെ ശല്യമാണ്. വലുതും ചെറുതുമായിട്ടുള്ള വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ ആയിട്ടുള്ള ഇഴജന്തുക്കളുടെ ബഹളമാണ്. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓരോ സ്ഥലത്തും കേൾക്കാം കുട്ടികൾക്ക് വിഷം തീണ്ടി എന്ന് കേൾക്കാം. അത് കാരണം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ മഴ സമയമൊക്കെ ആയതുകൊണ്ട് കൂടുതലും അറിയത്ത് പോലുമില്ല. ചെറിയ പുൽക്കൊടികളുടെ ഇടയിലുമൊക്കെ കയറിയിരുന്നാൽ അറിയത്ത് പോലുമില്ല. അത് കാരണം വളരെ ശ്രദ്ധിച്ച് വേണം. പരിസരത്തെല്ലാം ഈ വെളുത്തുള്ളി അതൊക്കെ പറയുന്നത് കേൾക്കാം. വെളുത്തുള്ളിയുടെ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഇതുങ്ങൾ വരത്തില്ല. അതുപോലെ തന്നെ മണ്ണെണ്ണ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതുങ്ങളെ അടുക്കത്തില്ലെന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെയൊക്കെ ചെയ്യുക. കായം കലക്കി ഒഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പാമ്പിൻ്റെ ശല്യമൊക്കെ കൂടുതലും ഒഴിവാകുമെന്ന് പറയുന്നത് കേൾക്കാം. അത് കാരണം അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഈ ചെടികളുടെ ഇടയിലൊക്കെ കയറി വന്നിരിക്കും. നമ്മൾ അറിയത്ത് പോലുമില്ല. ഈ വളമൊക്കെ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പം കയ്യിലും കാലിലുമൊക്കെ ചിലപ്പോൾ അത് നല്ല വിഷം തീണ്ടുന്നത്. അത് കാരണം വളരെ ശ്രദ്ധിച്ച് വേണം. ഇതുകൊണ്ട് ഇപ്പം തന്നെ അവിടെ ഒരു ചെറിയ പിന്നെ ഈ പുല്ലുകളും ഇതൊക്കെ പാടമാണ്. പാടത്തിൻ്റെ സൈഡിലാണ് ഈ ചാല് പോകുന്നത്. ഈ ചാലിനകത്തൂടെയാണ് ഇത് വന്നിട്ട് ഇതിനെ ആ കൂടയിൽ കുടുങ്ങിയത്. ഏതായാലും പിടികൂടിയത്. താങ്ക് യു ഫോർ